ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്ക്ലി ടാസ്ക് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ആര്യന്റെ 2 മാംഗോ ജ്യൂസ് ബോട്ടിൽസ് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അത് എടുത്തോണ്ട് വരാൻ ബിഗ് ബോസ് പറഞ്ഞതും ജിസയിൽ നേരെ ഫ്രിഡ്ജിന്റെ അടുത്തേക്കാണ് ഓടുന്നത്. ഫ്രിഡ്ജിൽ നിന്നാണ് ജിസയില് ബോട്ടിൽസ് എടുക്കുന്നത്. ഇത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. അനീഷ് തട്ടിത്തെറിപ്പിച്ചതില്ല. ആര്യന്റെ ആ 2 എണ്ണം ഉണ്ടായിരുന്നു എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. അത് എപ്പിസോഡിനകത്ത് കൃത്യമായിട്ട് കാണിക്കുമായിരിക്കും. ഇത് അനുമോള് കൃത്യമായിട്ട് സ്പോട്ട് ചെയ്യുന്നുണ്ട്, നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഇത് വേറെ ബോട്ടിൽസ് ആണ്, നമ്മൾ അപ്രൂവ് ചെയ്ത 2 എണ്ണം അല്ല എന്ന് വളരെ കൃത്യമായിട്ട് അനുമോള് പറയുന്നുണ്ട്. അപ്പൊ സാബുമാൻ പറയുന്നുണ്ട് ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഈ ഒരു ബോട്ടിൽസ് വെച്ചിട്ട് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം. കാരണം നമ്മുടെ ഡെസ്കിന്റെ അടുത്ത് വെച്ചിട്ടാണല്ലോ അനീഷ് ഗുണ്ടായസം കാണിച്ചത്. അനീഷ് അപ്പൊ കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് സാബുമാൻ പറയുന്നുണ്ട്. ആര്യനും ജിസയിലും കൂടി ഒരു രീതിക്ക് നോക്കിയാൽ ഒരു ഉടായ്പ കാണിച്ചതാണ്. പക്ഷെ ഓക്കെ, ജയിച്ചു എന്ന് അനുമോളും അതേപോലെ സാബുമാനും പറഞ്ഞ സ്ഥിതിക്ക് ജയിച്ചു. എനിക്ക് 100% ഉറപ്പാണ് ഇവർ ഉടായ്പ കാണിച്ചതാണെന്നുള്ളത്. അല്ലെ പിന്നെ എങ്ങനെയാണ് ഈ ഗാർഡൻ ഏരിയയിലെ ബോട്ടിൽ ഫ്രിഡ്ജിൽ വരുന്നത്? ഇവർ കൊണ്ടുപോയി വെച്ചതായിരിക്കണം, 2 എണ്ണം മാറ്റി വെച്ചതായിരിക്കണം. നല്ല 2 എണ്ണം എടുത്ത് ഇവർ മാറ്റി വെച്ചതാണ്. അപ്പൊ അപ്രൂവ് ചെയ്ത സെയിം സാധനം സ്റ്റോർ റൂമിൽ വെച്ചാൽ മാത്രമേ കോയിൻസ് കൊടുക്കത്തുള്ളൂ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. ആ സെയിം സാധനം വെക്കാത്തിടത്തോളം അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. ഇതിന്റെ കുറെ നേരം ലൈവിൽ ഫുൾ ബഹളമായിരുന്നു കേട്ടോ. ഇന്നലത്തെ പോലെ തന്നെ ഇന്നലത്തെ സെയിം പാറ്റേൺ ആണ്. വിരസത അടിച്ച് മടുത്തു. ഇത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, അപ്രൂവ് ചെയ്ത ബോട്ടിൽസ് നിങ്ങളുടെ കൈവശം ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ 3ാം റൗണ്ട് റദ്ദാക്കിയെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. സന്തോഷമായ എല്ലാവർക്കും. ഹാട്രിക് റദ്ദാക്കലൊക്കെയാണ് ഈ സീസണിൽ നമ്മൾ കാണുന്നത്. BB മലയാളത്തിന്റെ ചരിത്രത്തിൽ 3 റൗണ്ടുകൾ അടുപ്പിച്ച് റദ്ദാക്കുന്ന ഒരു അവസ്ഥ. സമയം സ്പെൻഡ് ചെയ്തിരുന്നത് കാണുന്ന പ്രേക്ഷകരെ പറഞ്ഞാൽ മതിയല്ലോ, ഒരു ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് ഇരുന്നിട്ട്. എന്നാലും ഇതൊക്കെയാണ് ലൈവിനകത്ത് കേട്ടോ. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.